ഒരു പണക്കാരനായ വ്യക്തി ഒരു യുവാവിനോടും യുവതിയോടും അവരുടെ തകർന്നു കിടക്കുന്ന പുൽക്കൂട് പോലെയുള്ള വീടിന് മുമ്പിൽ നിൽക്കുമ്പോൾ അഹങ്കാരത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആർ യു ഹൗസ്ലെസ്? ആർ യു ഹൗസ്ലെസ് എന്ന് ചോദ്യം ചോദിക്കുക. അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. ആർ യു ഹൗസ്ലെസ് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഈ യുവതി തൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ പണക്കാരൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ വീടില്ലാത്തവരാ, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വീടാ, പക്ഷേ ഞങ്ങൾ ഭവനമില്ലാത്തവരല്ലോ. വീടും ഭവനവും തമ്മിലുള്ള അർത്ഥം ഒന്ന് മനസ്സിലാക്കണം, നല്ലതാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ തൻ്റെ ഭാര്യയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ വീട് ഭവനമായി തീർന്നത്. 1, ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട്. 2, ചൂടുള്ള സ്നേഹമുള്ളത് കൊണ്ട്. 3, ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നത് കൊണ്ട്. സ്നേഹമില്ലാത്ത ഭവനം പൂക്കളില്ലാത്ത പൂന്തോട്ടം പോലെയാ. പലപ്പോഴും പലരും പറയുന്നുണ്ട്, അച്ഛാ മനസ്സിന്റെ ഐക്യം നഷ്ടപ്പെട്ടിട്ട് കുറെ നാളുകളായി, പിന്നെ അങ്ങോട്ടൊക്കെ ജീവിച്ചു പോവുകയാ. ചിലര് പുറത്ത് നന്നായിട്ട് ചിരിക്കുന്നുവെങ്കിലും ഉള്ളു നീറി കരയുന്ന കുറേയേറെ വ്യക്തികള് ഈ ബലിപീഠത്തിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കേണ്ട സത്യമായ കാര്യമാണ്. 3 നോട്ടങ്ങളുണ്ട്. 3 നോട്ടങ്ങൾ. 1, താഴേക്കുള്ള നോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാകേണ്ടത്, ആ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഖങ്ങള്, എൻ്റെ സൗഭാഗ്യങ്ങള് മാത്രം ഞാൻ നോക്കി ജീവിക്കുന്നു. ഈ ഭൂമിയിലുള്ള ആരെയും ഞാൻ നോക്കിയില്ല. ഇങ്ങനെ നോക്കി ജീവിക്കുന്നവര് അവസാനം താഴേക്കാ നോക്കുക. എന്നാൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം നിങ്ങൾ തൊട്ടുമുത്താൻ എന്ന് പോകുമ്പോൾ നമ്മളൊക്കെ ഇത്ര നാളെ നോക്കിയിരുന്ന എവിടേക്കാ? സെബസ്ത്യാനോസിന്റെ അമ്പിലേക്ക്, അതുപോലെ സെബസ്ത്യാനോസിന്റെ ആ രക്തം വരുന്ന ഭാഗത്തേക്ക്, അതുപോലെ സെബസ്ത്യാനോസിന്റെ കാലിലാണ് നമ്മൾ തൊട്ടുമുത്തുക. എന്നാൽ സെബസ്ത്യാനോസ് ആ കണ്ണുകൾ എവിടേക്ക് ഉയർത്തിയിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ രൂപത്തില് നിങ്ങൾ നോക്കണം, നല്ലതാ. ഈ മുറിവുകൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ആ കണ്ണുകൾ സ്വർഗത്തിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഇത്രയൊക്കെ മുറിവുകൾ ഉണ്ടെങ്കിലും എൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. എൻ്റെ കുടുംബത്തില് ഇത്രയൊക്കെ വേദനകൾ ഉണ്ടെങ്കിലും എൻ്റെ കണ്ണുകൾ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തേണ്ടവരാണ്. സെബസ്ത്യാനോസ് ആ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ? ദേ കർത്താവേ, നീ സഹിച്ചതുപോലെ തന്നെ ഞാനും സഹിക്കാം. ഇത്രയും മതിയോ? ഞാൻ സഹിച്ചതിന്റെ അത്രയും, നീ സഹിച്ചതിന്റെ അത്രയും എത്തിയോ എന്ന് ചോദിക്കുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, സന്തോഷങ്ങൾ വരുമ്പോൾ ഈ ദിവികാനത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കാൻ എനിക്ക് പറ്റുമോ? ആ വേദനയുടെ നിമിഷത്തിലും ആ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്.